ഹലോ ഗായ്സ്, ഈവനിങ് നിങ്ങൾ എവിടെ പോകാമെന്നല്ലേ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഈ മൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് തരുന്നുണ്ട്. അപ്പോൾ ജ്യോതിക്കും കുട്ടികളും അമ്മയും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ഹൈപ്പറിൽ പോവാണ് കേട്ടോ. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സമൃദ്ധി ഹൈപ്പറിലാണ് കേട്ടോ. അപ്പം നമ്മൾ അകത്തേക്ക് കയറാണ്. അപ്പോൾ ആക്കൂസിനെ അറിയാമല്ലോ അല്ലേ, എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണും ആക്കൂസിനെ. അപ്പോൾ നമ്മൾ ഹൈപ്പർ സ്വാഗതം ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡോർ തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇമൂസിൻ്റെ പരിപാടിയൊക്കെ തുറന്നിട്ടുണ്ട്. ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ തന്നെ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെയൊക്കെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 225 രൂപയാണ് 1 കിലോ ഓയിലിന് വരുന്നത്. അപ്പോൾ ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ട് 149 രൂപക്കാണ് കേട്ടോ ഇവിടെ നമുക്ക് ഓയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കടല പരിപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് പച്ചക്കറിക്കാണ് കേട്ടോ ഇവിടെ കൂടുതലും ഓഫർ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൊരു ഏരിയ ആണ് പച്ചക്കറിയുള്ള ഏരിയ. അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും അതിൻ്റെ കൂടെ തന്നെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി സംശയമില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമൂസിന് ബദാം വാങ്ങാനുണ്ടായിരുന്നു. അതും നമ്മൾ വാങ്ങിയതിന് ശേഷം എനിക്ക് വേണ്ട കുറച്ച് നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ഇടിക്കുന്ന സ്ഥലം. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേറെ ആരുമില്ല, ആക്കൂസാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പച്ചക്കറിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനും വില അതിൻ്റെ താഴെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെള്ളരിക്ക, മത്തങ്ങ, ഇളവങ്ക ഇതിനൊക്കെ 9, 8, 7 അങ്ങനെയൊക്കെയാണ് റേറ്റ് കേട്ടോ. 1/4 കിലോത്തിന് 1/2 കിലോത്തിന് അങ്ങനെയൊക്കെ. നാരങ്ങ 98 രൂപയാണ് 1 കിലോ. അതുപോലെ തന്നെ വെണ്ടയ്ക്ക 39 രൂപ, തക്കാളി 57 രൂപ, അങ്ങനെ ഓരോന്നിൻ്റെ റേറ്റും ഓഫർ പ്രൈസും എല്ലാം അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഉരുളനും സവാളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ അവിടെ നിന്ന് എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവാള എടുത്ത് തൂക്കി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അല്ലാതെ അവർ നമ്മൾ എന്ത് വേണം എന്നു പറഞ്ഞ് നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലി ചേച്ചിമാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോർട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നാളെ ഞാനൊന്ന് അവിയൽ വെക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കുറേ വെജിറ്റബിൾസ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു പാവക്ക തീയലൂടെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പാവക്ക തീയൽ, കാരണം എനിക്ക് പാവക്ക തീയൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ, അതാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. പിന്നെ നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊരു പൈറ്റാന്ന് കരുതി അതെടുത്തു. പിന്നെ മുട്ടയ്ക്ക് 5 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ഷോപ്പിൽ 6 രൂപയാണ്. ഓഫർ പ്രൈസിൽ 1 രൂപ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. താറാമുട്ടക്കൊന്നും ഓഫർ ഇല്ല കേട്ടോ, അതിന് 12 രൂപ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ 10 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടയ്ക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കൂടുതൽ ഓട്ടം ഉണ്ട്, കാരണം വിഷ്ണുവിന് മുട്ട ഇഷ്ടമാണ്, അതുപോലെ തന്നെ കുട്ടിക്കും മുട്ട ഇഷ്ടമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു പാസ്ത വെച്ചൊരു റെസിപ്പി ചെയ്ത് നോക്കാമെന്ന് കരുതി ഞാനൊരു ചെറിയൊരു പാക്ക് പാസ്ത എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് യൂട്യൂബ് ചാനൽ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന സമയത്താണ് വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് പൈനാപ്പിൾ ജാം വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതെടുക്കുമായിരുന്നു. അതെടുത്ത് ഇങ്ങോട്ട് നടന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഗൈസ്, നല്ലതല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ നടന്ന അപ്പുറത്ത് തന്നെ ഒരു സെക്ഷനിലാണ് നമ്മളുടെ മെയിനായിട്ടുള്ളൊരു സെക്ഷൻ വരുന്നത്. അറിയാമല്ലോ, നമ്മുടെ ലിപ്സ്റ്റിക്ക് എന്താ പറയുക, നമ്മളുടെ നെയിൽ പോളിഷൊക്കെ ഉള്ളൊരു സെക്ഷനാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കയ്യിൽ വരച്ചപ്പോൾ വേറൊരു കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മിൽപ്പയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം അടുത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ കുറേ ലോട്ട് ഓഫ് എന്താ പറയുക, നമുക്ക് കുറേ ഷെയ്ഡ് നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇമൂസിനൊക്കെ പറ്റുന്ന പോലത്തെ ചെറിയ ചെറിയ ബോസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുഷ് കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇമൂസിൻ്റെ കുറച്ച് ഏരിയാസാണ് ഇതൊക്കെ. നമ്മൾ ബാർബി ഡോള്, ഡോക്ടർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഡോഗിക്കുട്ടിയില്ലേ, എൻ്റെ പൊന്നോ, ഈ ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടി ഈ മൂസ് ഭയങ്കര വേളമായിരുന്നു കേട്ടോ. പക്ഷെ മനഃപൂർവ്വം ഞങ്ങൾ വാങ്ങിക്കൊടുക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ വാശി പിടിച്ച് വാങ്ങിക്കൊടുക്കുമ്പോഴേക്കും നമ്മൾ എവിടെ പോയാലും അവർ ആ ഒരു വാശി കാണിക്കും. അപ്പോൾ നമുക്കത് ചിലപ്പോൾ നമ്മുടെ പൈസ ഇല്ലാത്ത സമയത്താണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മിഠായി കൊടുത്ത് ഒതുക്കി കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ എടുത്തു. 1120 രൂപ നമുക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇമൂസ് ഇച്ചിരി ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിഷ്ണുവിനെയും
എൻ്റെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി വിളിച്ച് ഞങ്ങൾ 2 ബൈക്കിലായി പോയി. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. ഇത്രയോട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.